ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര തിരികെ വന്നിരിക്കുകയാണ്. ചന്ദ്ര വന്നതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട്, ഇനി ഞാനൊരു കാര്യം പറയാം, രേവതിയുടെ കുടുംബക്കാർ ഒരു കാരണവശാലും ഇവിടേക്ക് ഈ വീട്ടിലോട്ട് ഇനി വരാൻ പാടില്ല, രേവതി ഇവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന രേവതി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും വരണ്ടേ, അവരെന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അത് ശരിയല്ല ചന്ദ്രൻ, നീ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയാണ്. ഒരു അമ്മയ്ക്ക് മകളെ കാണണമെന്നുണ്ടെങ്കിൽ വരണ്ട എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാന്നാൽ വാതിൽക്കൽ വരെ വന്നോട്ടെ, അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, എന്താ വാതിൽക്കൽ വരെ വരാനായിട്ട് അവരെന്താ പോസ്റ്റ്മാൻ വല്ലതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ആ ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ആയിട്ട് അവർ ചായയൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രേവതി അകത്തേക്ക് പോകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഓട്ടത്തിനും പോവുകയാണ്. അപ്പോൾ ചിന്തിക്കുന്നത് മറ്റാരുമല്ല, ഈ പറയുന്ന ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അമ്മ എന്തുകൊണ്ടാണ് ഇത്ര വേഗം ഇവിടേക്ക് വന്നത്, ഞങ്ങൾ പോയി വിളിച്ചിട്ടും അച്ഛൻ പോയിട്ട് അങ്കിളി പോയി വിളിച്ചിട്ടും ഒന്നും വന്നില്ലല്ലോ, ഇതെന്താ പറ്റിയത്, എന്തോ ഇതിൻ്റെ ഇടയിലുണ്ട് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന ശ്രുതി നേരെ പോകുന്നത് ഇവിടേക്കാണ്, ഭാമയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഭാമയെ മസ്ക് ഇട്ടിട്ട് ഭാമയെ കയ്യിലെടുത്തുകൊണ്ട് അവിടെ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള ഒരു പോക്കാണ് നമ്മുടെ ശ്രുതി പോകുന്നത്. അങ്ങനെ ഭാമയുടെ അരികിലേക്ക് ചെന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട്, ആൻറ്റിക്ക് മസാജ് ചെയ്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ മോളെ വേണ്ട, നിൻ്റെ അമ്മായി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്ന് പറയുകയാണ്, നിന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന് അമ്മായിയും ഒന്നും അറിയാനൊന്നും പോകുന്നില്ല, പിന്നെ ഞാനിത് പൈസയ്ക്കൊന്നുമല്ലല്ലോ, വെറുതെ അല്ലേ ചെയ്ത് തരുന്നത്, ആൻറ്റിക്ക് എന്താ തലവേദന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ല, നിന്റെ അമ്മായിമ്മ ഇവിടെ വന്ന് നിന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെ പുകില ഉണ്ടായിരുന്നത്, ആ വിഷമങ്ങളും കാര്യങ്ങളും എനിക്ക് തന്നിട്ട് അവൾ പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് ശരി, അപ്പോൾ എന്ത് വിഷമങ്ങളാണ് എത്ര വല്ലാതെ ഉണ്ടായത്, എന്നാലും ആൻറ്റി അങ്ങോട്ട് വന്നല്ലോ, അതൊരു സമാധാനം തന്നെ. അപ്പോൾ അവളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഭാമയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ആൻറ്റി വന്നല്ലോ, ഞങ്ങളാരും വിളിച്ചിട്ട് വന്നില്ലെങ്കിലും ആൻറ്റി പിന്നീട് വന്നല്ലോ, അതൊരു സമാധാനമായി, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതാണ്, ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭാമ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ദൈവം അനുഗ്രഹിച്ചു, ആ 2 ലക്ഷം കിട്ടിയത് കൊണ്ടാണ് തിരികെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഏത് 2 ലക്ഷം എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല ശ്രുതി എന്ന് പറയാണ്. ആൻറ്റി കാര്യം പറ, ആൻറ്റി എന്തോ എന്നിലൊന്ന് മറയ്ക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ല, അത് അപ്പോൾ പറയുന്നുണ്ട്, മോളെ ചന്ദ്ര അറിയരുതിട്ട് ഈ കാര്യം, അത് വക്കീലിൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം വാങ്ങിയില്ല, അതിൽ നിന്ന് 2 ലക്ഷം ഭാമയ്ക്ക് ചന്ദ്രയ്ക്ക് കൊടുത്തത് കൊണ്ടാണ് ചന്ദ്ര ആ കേസ് പിൻവലിച്ചതല്ല, അത് ചന്ദ്ര വെറുതെ ഒന്നും പിൻവലിക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നും ആൻറ്റി ചെയ്യില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് കാണിച്ചു തരട്ടെ, തെളിവ് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ശ്രുതിയെയും കൊണ്ടുപോയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആ ഷെൽഫ് തുറന്നിട്ട് 2 ലക്ഷം രൂപ എടുത്ത് കാണിച്ചു കൊടുക്കണം. കണ്ട, ഈ പൈസ ഇവിടെ വെച്ചിട്ടാണ് നിന്റെ അമ്മായിമ്മ പോയിട്ടുള്ളത്, എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇത് മറ്റാരും അറിയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. മോളൊരു കാരണവശാലും ഇത് അവളോട് അറിയിക്കരുത് കേട്ടോ, എങ്ങനെ ഇനിയിപ്പോൾ മോളോട് പറയുകയാണെങ്കിൽ തന്നെ അറിയാത്ത ഭാവത്തിൽ ആദ്യമായി കേൾക്കുന്ന പോലെ നിന്നാൽ മതി എന്നും പറയുന്നുണ്ട് ഭാമ. ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ശ്രുതി അപ്പോൾ ആ ഒരു കാരണം കിട്ടി. അപ്പോൾ ശ്രുതി അങ്ങനെ പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശ്രുതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ ആൻ്റണി, എത്രയും വേഗം ചോദിച്ച പൈസ തന്നെ 2 ലക്ഷം രൂപ, ഇല്ലെങ്കിൽ ഈ PA ചത്തുപോയി കഴിഞ്ഞാൽ ആ ബോഡി നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് ഞാനിടും, ഞാൻ ഈ നാട് വിടുകയും ചെയ്യും, പിന്നെയുള്ള കാര്യങ്ങൾ നിനക്കായിരിക്കും ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നു, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭീഷണിയൊന്നുമല്ല, ഞാൻ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാണ്, എത്രയും പെട്ടെന്ന് പൈസ എത്തിക്കുക എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും ശ്രുതിക്ക് ഈ ഭാമയുടെ വീട്ടിലിരിക്കുന്ന ഈ 2 ലക്ഷത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ വീണ്ടും നമ്മുടെ ശ്രുതി ഈ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ചന്ദ്രയുണ്ട്, അതുപോലെ തന്നെ ഭാമയുണ്ട്. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് എനിക്ക് ആൻറ്റിയെ ഓർമ്മ വന്നു, ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട 2 പേർക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ അവർ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. എന്തായാലും മരുമോൾ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ ചന്ദ്ര, എന്നെ ഒരുപാട് ഇഷ്ടമുള്ള മരുമോളാണിത്, എന്തായാലും എനിക്ക് വന്നൊരു ഭാഗ്യം തന്നെയാണ് എൻ്റെ ശ്രുതിമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതി ചെവിട്ടിൽ ഫോൺ വെച്ചിട്ട് ഹലോ കേൾക്കുന്നില്ല, അയ്യോ ഇവിടെ റേഞ്ച് കുറവാ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചിട്ട് നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്.
അങ്ങനെ ഇവരാണെങ്കിൽ ഭക്ഷണം ആസ്വദിച്ച് ഭക്ഷണം കണ്ട ഇതിൽ അങ്ങോട്ട് മതി മറന്ന് അങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് പോയ ശ്രുതി ആ ഷെൽഫ് തുറന്ന് ആ 2 ലക്ഷം രൂപ എടുത്ത് ബാഗിലാക്കുകയും അങ്ങനെ വീണ്ടും താഴത്തേക്ക് ഹലോ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഫോൺ ചെയ്തിട്ട് അഭിനയിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മോള് വല്ലതും കഴിച്ചാൽ ഇന്ന് കുറച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു. ഈ ജോലിയായിട്ട് ഇങ്ങനെ നടന്ന് ക്ഷീണിക്കും എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേണ്ട ആൻറ്റി കഴിച്ചോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ അതിനുശേഷം പുന്നാര മരുമകൾക്ക് വായിൽ അങ്ങനെ ടീസ്പൂണിൽ വെച്ച് കൊടുക്കുകയും എന്നാൽ ശരി ആൻറ്റി ഞാനെന്നാൽ പോകട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. എന്തായാലും പിന്നീടായിരിക്കും പണം നഷ്ടപ്പെട്ടവർ അറിയാൻ പോകുന്നത്. എന്താണ് ആര് ഇനി എന്താകും എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.